കോൺഗ്രസിനെ പ്രതിരോധത്തിലാക്കി പ്രധാനമന്ത്രിക്കെതിരായ പരിഹാസ പോസ്റ്റർ. രൂക്ഷ വിമർശനവുമായി സഖ്യകക്ഷികളും രംഗത്തെത്തി. മോദി എവിടെയും പോയിട്ടില്ലെന്ന് ഫാറൂഖ് അബ്ദുള്ള പ്രതികരിച്ചു. ആതിര ധർമ്മരാജ് ഉണ്ട് വിവരങ്ങളുമായി. ആതിര, സഖ്യകക്ഷികളൊക്കെ തിരിയുകയാണോ കോൺഗ്രസിന്? തീർച്ചയായിട്ടും കാളിദാസ്, ഇന്നലെയുണ്ടായ ഈ വലിയ വിമർശനങ്ങൾക്കൊക്കെ മുന്നോടിയായിട്ടാണ് ഇപ്പോൾ ഇത്തരത്തിലൊരു സഖ്യകക്ഷികളടക്കം കോൺഗ്രസിനെതിരെ തിരിയുന്ന ഒരു സാഹചര്യത്തിലേക്ക് നീങ്ങുന്നത് എന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഏതായാലും രാജ്യം ഇത്തരത്തിൽ വലിയൊരു സാഹചര്യത്തിൽ നിൽക്കുമ്പോൾ, അല്ലെങ്കിൽ രാജ്യം ഒറ്റക്കെട്ടായി പ്രതിരോധിക്കേണ്ട ഈ സമയത്ത് കോൺഗ്രസ് വൃത്തികെട്ട രാഷ്ട്രീയം കളിക്കുന്നു എന്നതടക്കമുള്ള ആരോപണങ്ങളാണ് ഇപ്പോൾ സഖ്യകക്ഷികൾ കോൺഗ്രസിനെതിരെ ഉന്നയിക്കുന്നത് എന്നാണ് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്. നേരത്തെ ഫാറൂഖ് അബ്ദുള്ള അടക്കം നമുക്കറിയാം, മോദിക്കെതിരെ ഏറ്റവും കൂടുതൽ വിമർശനം ഉന്നയിച്ചിട്ടുള്ള പ്രതിപക്ഷ കക്ഷികളിൽ ഒരാൾ കൂടിയാണ് ഫാറൂഖ് അബ്ദുള്ള അടക്കമുള്ള ആളുകൾ. ആ ആളുകളടക്കം കൃത്യമായുള്ള മറുപടി പറയുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഈ നരേന്ദ്രമോദി എങ്ങോട്ടും പോയിട്ടില്ല, അദ്ദേഹം ഡൽഹിയിൽ തന്നെ ഉണ്ട് എന്നതടക്കമുള്ള മറുപടി ഫാറൂഖ് അബ്ദുള്ളയുടെ ഭാഗത്തു നിന്ന് വരുന്നു. അതോടൊപ്പം തന്നെ തൃണമൂൽ കോൺഗ്രസ് രംഗത്തെത്തുന്നു, മായാവതി അടക്കമുള്ള നേതാക്കൾ രംഗത്തെത്തുന്നു. അത്തരത്തിൽ സഖ്യകക്ഷികൾ, ഇന്ത്യ സഖ്യകക്ഷികളടക്കം ഈ സംഭവവുമായി ബന്ധപ്പെട്ട് വലിയ തരത്തിലുള്ള വിമർശനങ്ങൾ ഉന്നയിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതോടൊപ്പം തന്നെ അമേഠിയിലടക്കം രാഹുൽ ഗാന്ധിക്കെതിരെ പോസ്റ്ററുകൾ അടക്കം വരുന്ന ഒരു സാഹചര്യം കൂടെ രംഗത്തുണ്ടായിട്ടുണ്ട്. കാരണം കഴിഞ്ഞ ദിവസങ്ങളിലടക്കം നമുക്കറിയാം, ഈ കോൺഗ്രസ് വലിയ രീതിയിൽ ഈ ഇത്തരത്തിലുള്ള സമൂഹ മാധ്യമ പോസ്റ്റുകൾക്കെതിരെ വലിയ രീതിയിൽ ഉണ്ടാകരുത് എന്ന അടക്കമുള്ള കർശന നിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ടെങ്കിൽ പോലും ഇതിനു മുമ്പ് കോൺഗ്രസിന്റെ ഔദ്യോഗിക വെബ്സൈറ്റിലടക്കം ഇത്തരത്തിലുള്ള പോസ്റ്റുകളിൽ അടക്കമാണ് ഈ ഒരു തരത്തിൽ ഈ പോസ്റ്റർ, മോദിയെ പരിഹസിച്ചുകൊണ്ടുള്ള ഒരു പോസ്റ്റർ പ്രത്യക്ഷപ്പെട്ടിട്ടുള്ളത്. കോൺഗ്രസിന്റെ ഇത്തരത്തിൽ സമൂഹ മാധ്യമങ്ങളെല്ലാം കൺട്രോൾ ചെയ്യുന്ന സുപ്രിയ ശ്രീനെറ്റിന്റെ ഔദ്യോഗിക അക്കൗണ്ടിൽ കൂടിയാണ് ഇത്തരത്തിൽ വലിയ തരത്തിൽ രാജ്യത്തെ അപമാനിക്കുന്ന തരത്തിലുള്ള ഒരു പോസ്റ്റർ രംഗത്ത് വരുന്നത്. അതുമായി ബന്ധപ്പെട്ട് വലിയ വിമർശനങ്ങൾ കഴിഞ്ഞ ദിവസങ്ങളിൽ അടക്കം ഉണ്ടാകുന്ന ഒരു സാഹചര്യം ഉണ്ടായി. പിന്നീട് ഈ കോൺഗ്രസ് നേതൃത്വം ഇടപെട്ടുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള പോസ്റ്ററുകൾ പോസ്റ്ററിൽ സഖ്യകക്ഷികളടക്കം കോൺഗ്രസിനെതിരെ തിരിയുന്ന സാഹചര്യം ഉടലെടുത്തിരിക്കുന്നു.